പ്രധാനമന്ത്രിക്ക് അമ്പലപ്രതിഷ്ഠ നടത്താം. ഏത് മുസ്ലിം രാജ്യത്തും പോവാം, അവിടുത്തെ ആതിഥ്യ സൽക്കാരം മേടിക്കാം, അവിടുത്തെ അവാർഡ് സ്വീകരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നതിൻ്റെ യുക്തിരാഹിത്യത്തോടൊപ്പം അതിലെ രാഷ്ട്രീയമായ നിക്ഷിപ്ത താല്പര്യമാണ് കൂടുതൽ അപകടകരം എന്നാണ് എൻ്റെ അഭിപ്രായം. കോരൻ്റെ മക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ചങ്ങമ്പുഴയുടെ മാടപ്പുലയൻ്റെ മകൻ തന്നെ എന്താ പറഞ്ഞത്, മാടപ്പുലയൻ തന്നെ എന്താ പറഞ്ഞത്, മിക്കവർക്കും കോരൻ്റെ മക്കൾക്ക് ആ ശബ്ദമാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമ്പോൾ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഇനി വരുന്നവർ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ ചെയ്യില്ല എന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് അതിനുള്ള ചങ്കൂറ്റല്ല, ഇനി വരുന്നവർ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നാണ്. ഇത് കോരൻ്റെ മകൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെത്തുതൊഴിലാളിയായ അച്ഛൻ്റെ മകൻ സംസാരിക്കലല്ല ഈ പിണറായി വിജയൻ്റെ ഇടപെടലുകളിൽ ഞാൻ കാണുന്നത്. ചെത്തുതൊഴിലാളിയുടെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് വളർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതായി രൂപാന്തരം പ്രാപിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് എത്തിച്ചേരുന്നു. ഇത് ജനാധിപത്യ വ്യവസ്ഥ നൽകുന്നൊരു ഊർജത്തിൻ്റെ ഭാഷയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ സംസാരമാണത് പിണറായിയുടെ സംസാരം എന്ന്. ലോകത്തൊരേ ഒരു ഭരണാധികാരി മാത്രമേ തിരുകേശം ബോഡി വേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു മുഖ്യമന്ത്രി ചിലരെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശിവഗിരി പ്രഭാഷണമാണ് ഇന്നത്തെ സംസാര വിഷയം. ഈ വിഷയത്തിൽ എന്നോടിന്ന് സംസാരിക്കാനുള്ളത് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിയാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. പ്രളയവും കോവിഡും ഒക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ദൈനംദിനേന പത്രസമ്മേളനം നടത്തി ഒരു ജനതയ്ക്ക് ധൈര്യം നൽകിയ ഒരു മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിലെ മറ്റുള്ള സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചും അമ്പലങ്ങളെക്കുറിച്ചും ആരാധനാലയങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുക എന്നുള്ളത്. ഏത് വിഷയത്തെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് സംസാരിക്കാം. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട, പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ബന്ധപ്പെട്ട ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാം. ഇവിടെ എനിക്ക് മനസ്സിലാവാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമന്ത്രി എന്നുള്ളത് മുഖ്യമന്ത്രി എന്നതിനേക്കാൾ വലിയ ഒരു പദവിയാണ്. പ്രധാനമന്ത്രിക്ക് അമ്പലപ്രതിഷ്ഠ നടത്താം. അത് ഒരു പള്ളി തല്ലിപ്പൊളിച്ച് കളഞ്ഞ് അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് കോടതി തന്നെ വിധിയെഴുതിയ ആ ഒരു ക്രൂരമായ കൃത്യത്തിന് ശേഷം ആ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിയുന്ന അമ്പലത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് പ്രതിഷ്ഠ നടത്താം. അദ്ദേഹത്തിന് വിവേകാനന്ദ പാറയിൽ പോയിരുന്ന് ധ്യാനിക്കാം. അതുപോലെ ഏത് മതത്തെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് പറയാം. ഏത് പള്ളിയിലും പോവാം, ഏത് മുസ്ലിം രാജ്യത്തും പോവാം, അവിടുത്തെ ആതിഥ്യ സൽക്കാരം മേടിക്കാം, അവിടുത്തെ അവാർഡ് സ്വീകരിക്കാം, ഒക്കെ ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രധാനമന്ത്രിക്ക് അമ്മയുടെ പിറന്നാളിനോ മകളുടെ കല്യാണത്തിനോ സമ്മാനങ്ങൾ അയക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നതിൻ്റെ യുക്തിരാഹിത്യത്തോടൊപ്പം അതിലെ രാഷ്ട്രീയമായ നിക്ഷിപ്ത താല്പര്യമാണ് കൂടുതൽ അപകടകരം എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി അവിടെ നിൽക്കട്ടെ, ആചാര്യന്മാർ മാത്രമേ അമ്പലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ, ആചാര്യന്മാർ മാത്രമേ ചടങ്ങുകളെയും ആചാരങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്നെന്തെങ്കിലും നിയമപുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വേദത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സ്വാമിയോടായി ചോദിക്കുകയാണ്. അല്ല, ആചാര്യന്മാർ മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളത് എഴുതി വച്ചിട്ടുണ്ടോ ചോദിച്ചാൽ എഴുതി വച്ചിട്ടില്ല. കാരണം ആചാര്യന്മാരെ കൊണ്ട് മാത്രമായിട്ട് നിലനിൽക്കാവുന്ന ഒന്നല്ല ഒരു ക്ഷേത്രവും. കാരണം ആരാധകരില്ലാതെ ഒരു ദൈവത്തിനും നിലനിൽപ്പില്ല. അപ്പോൾ ഏത് ദൈവം വാഴുന്ന ഏത് കോവിലാണെങ്കിലും ആരാധകർ എന്ന് പറയുന്ന ജനങ്ങളുടെ പങ്കാളിത്തം കൂടാതെ ഒരു ആചാര്യന് മാത്രമായിട്ട് ഒരു ക്ഷേത്രവും കൊണ്ടു നടക്കാൻ കഴിയില്ല. അപ്പോൾ ആ ആചാര്യൻ്റെ ശബ്ദത്തിന് മാത്രമല്ല വിലയുള്ളത്, മുഴുവൻ ആരാധകരായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും ശബ്ദത്തിന് വിലയുണ്ട്. ആ ജനങ്ങളുടെ വോട്ട് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണപ്രതിനിധികളുടെ ശബ്ദത്തിനും വിലയുണ്ട്. ഇംഗ്ലീഷ് ദിനപത്രമായ ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ വിശേഷിപ്പിച്ചത്
സമീപകാലത്ത് ഒരു മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി നടത്തിയ സാമൂഹിക മുന്നേറ്റത്തിന് ഉതകുന്നതായ ഏറ്റവും മനോഹരമായൊരു പ്രസംഗമായിരുന്നു പിണറായി വിജയൻ സംസാരിച്ചത് എന്നാണ് പറഞ്ഞത്. ഒരു സമൂഹം ഒരു ആരെയൊക്കെ ഭയക്കുമ്പോൾ, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്യം ഏറ്റെടുത്ത ഒരു ഭരണാധികാരി ഒരു ജനതയ്ക്ക് ദിശാസൂചകമായി സംസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ? അല്ല, അവിടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഈ പുരോഗമനപരമായ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ദിശാസൂചകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതും എടുത്ത് ഉന്നയിക്കേണ്ടതുമായ ഉത്തരവാദിത്തം ഇവിടുത്തെ പുരോഗമന പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ബുദ്ധിജീവി വർഗത്തിനുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം, യുവജന കലാസാഹിതി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഒരു തരം മൗനത്തിൽ നമ്മളതുമേ തൊട്ടാൽ പുലിവാലാണ് എന്നുള്ള ഭയത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നവോത്ഥാനത്തിൻ്റെയും വിപ്ലവാത്മകതയുടെയും പുരോഗമനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കാവലാളായൊരു പൗരനാണ് താൻ എന്ന ഉത്തമ ബോധ്യമുള്ള 84 വയസ്സിനോടടുത്ത ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നശിക്കാത്ത വിപ്ലവ മനസ്സിൻ്റെ യൗവന വീര്യത്തോടുകൂടി സാമൂഹിക ഇടപെടൽ നടത്തുന്നത്. ഇവിടെ പുരോഗമന പക്ഷത്ത് നിൽക്കുന്നവർ മൗനികളാകുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിന് കൂടുതൽ വില വരുന്നത്. അത് ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ പുരോഗമന കലാസാഹിത്യ സംഘത്തിനും യുവജന കലാസാഹിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഫ്യൂഡൽ കാഴ്ചപ്പാടുള്ളവർ ഭയന്നിട്ടാണോ എന്നറിയില്ല, അവർ മിണ്ടാതിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ ഇത് പറയുന്നത്. അതാണ് ഞാൻ മുഖ്യമന്ത്രിയെ അംഗീകരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരെന്തിനാണ് ഒളിച്ചോടുന്നത്, അവർ ആരെയാണ് പേടിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രതീക്ഷിക്കുന്നവരാരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. അതായത് കുമാരനാശാന് ചിന്താവിഷ്ടയായ സീത എഴുതിക്കൊണ്ട് കേരള കാവ്യസാഹിത്യ ചരിത്രത്തിൽ, മലയാള കാവ്യസാഹിത്യ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാനായി. അതായത് വിഗ്രഹഭഞ്ജനത്തിൻ്റെയും വിഗ്രഹങ്ങളെ വിചാരണ ചെയ്യുന്നതിൻ്റെയും ഒരു പുതിയ സാഹിത്യാധ്യായം തുറക്കാൻ ആയി. കുമാരനാശാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല ചിന്താവിഷ്ടയായ സീത എഴുതിയത്. കുമാരനാശാൻ രാമായണം വായിച്ചിട്ടും വാൽമീകിയെ വായിച്ചിട്ടും അതിനെ പുനർവായിക്കുകയാണ് സീതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്തത്. ആ ശബ്ദത്തിന് വലിയ വില നമ്മുടെ സാഹിത്യ ചരിത്രത്തിലും സാമൂഹിക ചരിത്രത്തിലുമുണ്ട്. ആ കുമാരനാശാൻ്റെ ആത്മാബാധയുള്ള ഒരു എഴുത്തുകാരൻ ഇപ്പോൾ ഇല്ലാതായത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രസക്തമായ സാംസ്കാരിക ചോദ്യം. എവിടെ പോയി കുമാരനാശാൻ്റെ ആത്മാവുള്ള എഴുത്താളുകൾ? ഒരുപക്ഷെ ചിന്താവിഷ്ടയാച്ച നമ്മളെ 100 വർഷത്തിന് ശേഷം പ്രസക്തമാകുന്ന പോലെ അത്രയും ദുരവസ്ഥ എല്ലാ കൃതികളും, ആശാന്റെ എല്ലാ കൃതികളും ദുരവസ്ഥയെക്കുറിച്ചൊക്കെ ഇപ്പോൾ വേറെ തരത്തിലുള്ള ആഖ്യാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എപ്പോഴും വായിക്കപ്പെടുന്നു, ഒരുപാട് പേര് വായിക്കുന്നു. 100 വർഷത്തിന് ശേഷവും പ്രസക്തമായി നിൽക്കുന്നു. അങ്ങനെ എത്ര എഴുത്തുകാരൻ നമുക്ക് ഇന്നുണ്ട്. ആ ചങ്കൂറ്റ എവിടെ പോയി എഴുത്തുകാരൻ്റെ? എഴുത്തുകാരൻ ഭരണാധികാരിയെ ഭയക്കാൻ തുടങ്ങിയാൽ അതോടുകൂടി അയാൾ എഴുത്തുകാരനല്ലാതാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. എഴുത്തുകാരൻ്റെ മൗനമാണ് ജനാധിപത്യത്തിലെ അക്ഷന്തവ്യമായ കുറ്റകൃത്യം. അപ്പോൾ അവരൊക്കെ മൗനികളാകുമ്പോൾ തീർച്ചയായും ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരിയുടെ ഉള്ളിൽ ആ ഇതുണ്ട്, ആ വീര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. പ്രതീക്ഷാനിർഭരം തന്നെയാണ്. അതെ, പ്രതീക്ഷാനിർഭരമാണ്. പക്ഷെ അദ്ദേഹം കൊളുത്തുന്ന ഈ പന്തം ഏറ്റെടുക്കാൻ ഇവിടെ പ്രജ്ഞയുടെ ധൈര്യമുള്ള, ധിഷണയുടെ ധൈര്യമുള്ള, ധിഷണയ്ക്ക് നട്ടെല്ലുള്ള എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക. കാലഘട്ടം അത് ആവശ്യപ്പെടുന്നത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ശക്തമായ പ്രസംഗം? താങ്കൾ അത് കേട്ടിരുന്നു? ഞാനത് മുഴുവൻ കേട്ടിരുന്നു. ആവശ്യപ്പെടുന്ന ഒരു പ്രസംഗം, ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. ജനതയ്ക്കൊരു ദിശാബോധം നൽകുന്ന ഭരണാധികാരിയുടെ ഒരു കർത്തവ്യമാണ് ജനാധിപത്യത്തിൽ. അത് പ്രത്യേകിച്ചും പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു കൂട്ടർ പറയുന്നത് ഇദ്ദേഹം മറ്റുള്ള മതങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമെന്നാണ്. പക്ഷേ പിണറായി വിജയൻ ലോകത്തൊരേ ഒരു ഭരണാധികാരി മാത്രമേ തിരുകേശം ബോഡി വേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറൊരു ഭരണാധികാരി പറഞ്ഞാൽ അറിയുന്നില്ല. അതുപോലെ തന്നെ മത്തായി ചാക്കോ മരിച്ചപ്പോൾ, മത്തായി ചാക്കോ കോഴിക്കോട് ഒരു ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ഒരു മനുഷ്യൻ അവസാനം ഓർമ്മയില്ലാതെ കിടക്കുമ്പോൾ
അദ്ദേഹം ആ മരണക്കിടയിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു അല്ലെങ്കിൽ ക്രിസ്ത്യാനായിരുന്നു പറഞ്ഞപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയ അന്ന ഒരു വ്യക്തി അദ്ദേഹം അതിവൈകാരികമായിട്ടാണ് അദ്ദേഹം ഒരു വാക്കുപയോഗിച്ച്, ആ വാക്ക് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, നികൃഷ്ടജീവികൾ, നികൃഷ്ടജീവി. BJP പറയുന്ന പോലെ അല്ലെങ്കിൽ സംഘപരിവാറുകാർ പറയുന്ന പോലെ ഒരു ഹിന്ദുക്കളോ മാത്രമല്ല വിമർശിച്ചിട്ടുള്ള എല്ലായിടത്തും സാമൂഹിക ജീർണതകൾ അല്ലെങ്കിൽ അദ്ദേഹം എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്, പറയും, പറയേണ്ടത് തന്നെയാണ്, തീർച്ചയായും പറയേണ്ടതാണ്. ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും സ്ഥിതി? ഈ ലോകം എവിടേക്ക് പോവും? ആരെങ്കിലുമൊക്കെ പറയണ്ടേ? പിന്നെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ചെത്തുകാരൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ആ കോരൻ്റെ മകൻ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി തന്നെ സംസാരിക്കില്ലേ? അദ്ദേഹത്തിന് കോരൻ്റെ മകൻ സംസാരിക്കുന്നു എന്ന് ഞാൻ പറയില്ല. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ കോരൻ്റെ മക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ചങ്ങമ്പുഴയുടെ മാടപ്പുലയൻ്റെ മകൻ തന്നെ മാടപ്പുലയൻ തന്നെ എന്താ പറഞ്ഞത്? മിക്കവർക്കും കോരൻ്റെ മക്കൾക്ക് ആ ശബ്ദമാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമ്പോൾ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഇനി വരുന്നവർ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ ചെയ്യില്ല എന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് അതിനുള്ള ചങ്കൂറ്റല്ല. ഇനി വരുന്നവർ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നാണ്. ഇത് കോരൻ്റെ മകൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെത്തുതൊഴിലാളിയായ അച്ഛൻ്റെ മകൻ സംസാരിക്കലല്ല ഈ പിണറായി വിജയൻ്റെ ഇടപെടലുകളിൽ ഞാൻ കാണുന്നത്. ചെത്തുതൊഴിലാളിയുടെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് വളർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതായി രൂപാന്തരം പ്രാപിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് എത്തിച്ചേരുന്നു. ഇത് ജനാധിപത്യ വ്യവസ്ഥ നൽകുന്നൊരു ഊർജത്തിൻ്റെ ഭാഷയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ സംസാരമാണത് പിണറായിയുടെ സംസാരം എന്ന് പറയുന്നത്. കോരൻ്റെ മകൻ മാത്രം അങ്ങനെ ഒരു ജാതി തൊഴിൽ രാഷ്ട്രീയത്തിൻ്റെ വെളിച്ചത്തിലല്ല ഈ പിണറായി ഇത് സംസാരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മാനവികമായ ജനാധിപത്യ ആർജവത്തോടു കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പക്ഷേ അല്ലാതെ കോരൻ്റെ മകൻ്റെ സാമൂഹ്യ വിപ്ലവമൊന്നും അല്ല. കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു ഭരണാധികാരിയുടെ സംസാരം, കമ്മ്യൂണിസ്റ്റ് നേതാവ് വളർന്ന ഒരു ഭരണാധികാരിയുടെ സംസാരം. ഇത്രയും നേരം പറഞ്ഞത് കേരളം കൈവരിച്ച സാമൂഹിക മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ കേരളം ആർജിച്ച നവോത്ഥാന നേട്ടങ്ങൾ ഒരു കൊടുങ്കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുമ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യമാണ്. അത് തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ പ്രസംഗങ്ങൾ ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണല്ലേ? അതെ. താങ്ക് യു.